5 minus 1 divided by root 5 plus 1 plus root 5 plus 1 divided by root 5 minus 1 equal to a plus b root 5. അങ്ങനെയാണെങ്കിൽ ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ എത്രയാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ രണ്ട് ഫ്രാക്ഷനെ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലൂടെയാണ് ആഡ് ചെയ്യുന്നത്. അതായത് റൂട്ട് 5 മൈനസ് 1 ഇൻറ്റു റൂട്ട് 5 മൈനസ് 1 ചെയ്യുന്നു. അപ്പൊ എന്താണ് റൂട്ട് 5 മൈനസ് 1 ഇൻറ്റു റൂട്ട് 5 മൈനസ് 1? അതിനെ റൂട്ട് 5 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് അടുത്തത് റൂട്ട് 5 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 5 പ്ലസ് 1. അതിനെ എങ്ങനെ എഴുതാം? റൂട്ട് 5 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദ ഹോൾ ഡിവൈഡഡ് ബൈ, ഇനി ഡിനോമിനേറ്റർ എഴുതണം. അതെങ്ങനെയാണ് എഴുതുന്നത്? റൂട്ട് 5 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 5 മൈനസ് 1. അപ്പൊ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ കിടക്കുവാണ്. അതിനെ എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അതായത് റൂട്ട് 5 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ റൂട്ട് 5 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇനി എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ റൂട്ട് 5 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതുക? റൂട്ട് 5 സ്ക്വയർ ആദ്യം എഴുതും. അപ്പൊ റൂട്ട് 5 സ്ക്വയർ 5 ആണ്. മൈനസ് 2 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു 1. അപ്പൊ 2 റൂട്ട് 5 പ്ലസ് 1 സ്ക്വയർ. 1 സ്ക്വയർ 1 തന്നെയാണ്. പ്ലസ് റൂട്ട് 5ന്റെ സ്ക്വയർ 5 ആണ്. പ്ലസ് 2 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു 1. അത് പ്ലസ് 2 റൂട്ട് 5 ആണ്. പ്ലസ് 1 സ്ക്വയർ 1 തന്നെ. ദ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് 5ന്റെ സ്ക്വയർ 5 ആണ്. മൈനസ് 1ന്റെ സ്ക്വയർ 1 ആണ്. മൈനസ് 1. ന്യൂമറേറ്ററിൽ ഈ രണ്ട് 2 റൂട്ട് 5ഉം ക്യാൻസൽ ആയി പോവും. ബാലൻസ് 5ഉം 1ഉം 6. 6ഉം 5ഉം 11. 11ഉം 1ഉം 12. 12 ഡിവൈഡഡ് ബൈ 5 മൈനസ് 1 4. 12 ബൈ 4 ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഈ 3നെ നമ്മൾ എ പ്ലസ് ബി റൂട്ട് 5 ഫോമിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ എഴുതാം? ഈ 3നെ ഞാൻ 3 പ്ലസ് 0 ഇൻറ്റു റൂട്ട് 5 എന്ന് എഴുതുവാണ്. ഓക്കെ, അതായത് ഇവിടെ 3 എന്ന് പറയുന്നത് എ ആണ്. പ്ലസ് ബി എന്ന് പറയുന്നത് 0 ആണ്. റൂട്ട് 5 റൂട്ട് 5 തന്നെയാണ്. അപ്പൊ എ പ്ലസ് ബി റൂട്ട് 5ല് 3 എഴുതുമ്പോൾ 3 പ്ലസ് 0 റൂട്ട് 5 നമുക്ക് എഴുതാൻ പറ്റും. അപ്പോ അവിടെ ബിയുടെ വാല്യൂ 0യും എയുടെ വാല്യൂ എന്താണ്? 3യും ആണ്. എ 3യും ബി 0യും ആണ്. ഇതാണ് നമ്മുടെ ആൻസർ.